2004 UPA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇങ്ങനെ നിരന്തരമായി ഈ സ്ഫോടനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ആരായിരുന്നു അതിൻ്റെ ബെനിഫിഷ്യറി? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനൊന്നും നടക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായൊരു ജിജ്ഞാസ അന്ന് അധികാരത്തിലിരിക്കുന്നവർക്ക് ഉണ്ടാവണ്ടേ? അന്ന് ചിദംബരം എന്താ ചെയ്തത്? നിരവധി തവണ മുസ്ലിം സംഘടനാ നേതാക്കൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നിങ്ങൾ ശരിയാവും ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്, നിവേദനം കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഈ വിഷയത്തെക്കുറിച്ച് ആരും സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ ധീരതയോടെ ഗൗരവത്തോടെ സംസാരിച്ച ഒരേ ഒരു പാർട്ടി CPM ആണെന്ന് പറയാം. അന്ന് CPMൻ്റെ പ്രകാശ് കാരാട്ട് നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം രാഷ്ട്രപതിയെ പോയി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സ്ഫോടനങ്ങൾ നടക്കുന്നു, മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിദംബരം ചെയ്ത അപരാധമാണ്. ഇതെങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ, ഇതിൻ്റെ റൂട്ട് കണ്ടെത്തുവാൻ ശ്രമിക്കാതെ സ്ഫോടനം നടക്കുക, എവിടുന്നെങ്കിലും കുറേ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് അകത്തിടുക എന്ന് പറയുന്ന ഈ കലാപരിപാടി നിരന്തരമായി തുടർന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? ഈ മനുഷ്യന് തിഹാറിലെ സിമൻറ്റ് തറയിൽ കിടക്കേണ്ടി വന്നില്ല. അതിനുള്ള രാഷ്ട്രീയമായ സാഹചര്യം ഉണ്ടായിക്കൊടുത്തില്ലേ? ഇത് ഈ UPAയുടെ കാലം എന്ന് പറയുന്നത് അരക്ഷിതമായൊരു കാലമാണ്. അന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കണം. അതിർത്തി നിങ്ങളുടെ കയ്യിലല്ലേ, ബാങ്കുകൾ നിങ്ങളുടെ കയ്യിലല്ലേ, കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ കയ്യിലല്ലേ, കടൽ തീരങ്ങൾ നിങ്ങളുടെ കയ്യിലല്ലേ? ഓരോ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രസംഗിച്ച് നടന്നതാണ്. അന്ന് അക്കാലത്ത് ഞാൻ പറഞ്ഞ ഈ മുസ്ലിം സംഘടനകളുടെ സംയുക്ത പ്രതിനിധി സംഘം രാഷ്ട്രപതിക്ക് കൊടുത്ത നിവേദനത്തിൽ, പ്രധാനമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. നടന്ന സ്ഫോടനങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് ധവളപത്രം പുറത്തിറക്കണം. ആര് ഈ സ്ഫോടനങ്ങൾ നടത്തി, എന്തിനു നടത്തി എന്നത് ഇപ്പോഴും വലിയ ചോദ്യമായി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഈ 12 പ്രതികളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് തന്നെയാണ് ബാക്കിയാവുന്നത്. ഈ 209 മനുഷ്യരെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ മനുഷ്യരെ കൊന്ന യഥാർത്ഥ കൊലയാളികൾ എവിടെ? ആ ചോദ്യമാണ് ഉയരേണ്ടതാണ് എനിക്ക് തോന്നുന്നത്.